Students, myself Alfred Sub Joseph, Assistant Professor Triple Department SNIT ADO. So today I will be discussing on Module 2 of Flexible AC Transmission System, which is the elective subject for final year BTech Triple students under KT University. The syllabus for second module, Reactive Power Compensation, Shunt and Series Compensation Principles. Already we have discussed this in module 1. Then reactive compensation at transmission and distribution level, static versus passive VAR compensator. Introduction. For power system engineer, distribution അതേപോലെ പവർ ട്രാൻസ്മിഷനിൽ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ലോഡിനനുസരിച്ചുള്ള വോൾട്ടേജ് വേരിയേഷൻ. ഇപ്പോൾ ലോഡ് കുറഞ്ഞു പോയെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് കൂടും, അല്ലെങ്കിൽ ലോഡ് കൂടിപ്പോയാൽ വോൾട്ടേജ് സാഗ് ഉണ്ടാകും. അതേപോലെ പവർ ഫാക്ടർ കുറഞ്ഞു പോകും, ഒരുപാട് ലോസസ് ഉണ്ടാകും, ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യും ഓരോ ഡിസ്റ്റർബൻസ് കാരണം. അതേപോലെ വോൾട്ടേജ് ഡിസ്റ്റോർഷൻസ് ഡ്യൂ ടു ഹാർമോണിക്സ് ജനറേറ്റഡ് ബൈ നോൺ ലീനിയർ ലോഡ്സ്, interference with communications and so on. അപ്പോൾ നിരവധി പ്രോബ്ലംസ് ഒരു പവർ സിസ്റ്റം ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ പ്രോബ്ലംസിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണെങ്കിലും ഇതെല്ലാ മേഖലയിലും, അതായത് ട്രാൻസ്മിഷൻ, സബ് ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു ലൈൻ്റെ റിയാക്റ്റീവ് പവർ ഫ്ലോ കൺട്രോളിന് പറയുന്ന പേരാണെന്ത്? റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. ആൻഡ് ദ ഡിവൈസസ് ദാറ്റ് ആർ യൂസ് ടു കൺട്രോൾ റിയാക്റ്റീവ് പവർ ഓൺ എ ട്രാൻസ്മിഷൻ ലൈൻ ആർ നോൺ ആസ് കോമ്പൻസേറ്റേഴ്സ്. റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിന് പറയുന്ന പേരാണെന്ത്? കോമ്പൻസേറ്റേഴ്സ്. Because reactive power compensation, it influences the power transmission capacity of the connected line. Controlled compensation can be used to improve the system stability. വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഇത് ലൈൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യും? നമുക്ക് സിസ്റ്റം സ്റ്റെബിലിറ്റീനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. So devices that are used to control reactive power on transmission line are known as compensators. VAR compensation, അതായത് വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, ദാറ്റ് മീൻസ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. ഇപ്പം നമുക്കൊരു പവർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ന്യൂ പ്രോബ്ലംസ്, അപ്പോൾ അതിനു വേണ്ടി ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ ഉണ്ട്. അതാണ് എന്ത്? റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. ഇതാണ് മോസ്റ്റ് എക്കണോമിക്കലി അട്രാക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ ഫോർ ബോത്ത് ട്രഡീഷണൽ ആൻഡ് ന്യൂ പ്രോബ്ലംസ് അറ്റ് ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസ് ഇൻ എ പവർ സിസ്റ്റം. And reactive power compensation near load center, it has gained more importance in recent times. അപ്പോൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ വളരെയധികം എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ് ഈ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി. എന്താണ് അത് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ലൈൻസിലെയും ഫീഡേഴ്സിലെയും റിയാക്റ്റീവ് കറണ്ടിൻ്റെ ഫ്ലോനെ ലിമിറ്റ് ചെയ്യും. അതേപോലെ വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, reduces KVA demand, apparent power demand കുറയ്ക്കുന്നു, and it leads to both energy conservation and cost saving. ഇപ്പോൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ കൊടുക്കുന്നത് വഴി അത് ഫീഡേഴ്സിലും ലൈൻസിലുള്ള റിയാക്റ്റീവ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നു. അതേപോലെ വോൾട്ടേജ് സാഗ് ഉണ്ടാവുകയാണ് റിയാക്റ്റീവ് പവർ പ്രൊവൈഡ് ചെയ്താൽ ആ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. reduces KVA demand and finally leads to energy conservation and cost savings. നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വെച്ചാൽ അതിനൊരു സീരീസ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ പ്രത്യേകത എന്തുവാ? ദീസ് അബ്സോർബ്സ് റിയാക്റ്റീവ് പവർ. അതേസമയത്ത് ഷണ്ട് കപ്പാസിറ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? റിയാക്റ്റീവ് പവറിനെ ജനറേറ്റ് ചെയ്യും. ജനറലി സ്പീക്കിംഗ് ഇൻഡക്ടർ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യുകയും കപ്പാസിറ്റർ റിയാക്റ്റീവ് പവറിനെ ജനറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. ബൈ കണക്റ്റിംഗ്, അപ്പം നമുക്ക് ഇപ്പം വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായി. ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ വോൾട്ടേജ് ഒരുപാട് കുറഞ്ഞു പോയി. അപ്പോൾ അവിടെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ വഴി പറ്റും. അപ്പോൾ അവിടെ എന്താണ് സപ്ലൈ ചെയ്യേണ്ടത്? വോൾട്ടേജിനെ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ അവിടെ റിയാക്റ്റീവ് പവറിനെ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സപ്ലൈ ചെയ്യണം. ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുവാ? കപ്പാസിറ്ററാണ്. അപ്പോൾ ബൈ കണക്റ്റിംഗ് സീരീസ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഷണ്ട് ഇൻഡക്ടേഴ്സ് ഇൻ ദ ലൈൻ. ഷണ്ട് ഇൻഡക്ടറിൻ്റെ ഉപയോഗം എന്തായിരിക്കും? ഇപ്പോൾ വോൾട്ടേജ്
ഒരുപാട് കൂടിപ്പോയി. ഇപ്പം നമുക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യണം. അപ്പോൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? ഇൻഡക്ടർ. So, by connecting series capacitors and shunt inductors in the line, we can control the reactive power in the line to limit the voltage variations and thereby increase the power transfer capability. Reactive power compensation with a distribution transformer shunt compensator diagram. The incoming line distribution transformer. Incoming line എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം 11 kV. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് സപ്ലൈ അവിടെ നിന്നാണ് എടുക്കുന്നത്. 3 phase ലൈനിൽ നിന്ന് സിംഗിൾ ഫേസ് സപ്ലൈ വീട്ടിലോട്ട് എടുക്കും. സോ ഇൻകമിംഗ് ലൈൻ ഓഫ് 11 kV ഫീഡർ, അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 415 വോൾട്ട്. പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ്, ഇവിടെ ഒരു ഷണ്ട് കോമ്പൻസേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ്സിലോട്ട് ഫീഡ് ചെയ്യുന്നു. റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ ലോഡിന് വേണ്ടി കൊടുക്കുന്ന റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ എന്ത് ചെയ്യും? പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് പോസിബിൾ ആക്കും. അതേപോലെ സ്റ്റെപ്ലെസ് കൺട്രോൾ ഓഫ് റിയാക്റ്റീവ് പവർ കണ്ടിന്യൂസ്ലി മാച്ചിങ് വിത്ത് ദ പ്രിവെയിലിംഗ് ലോഡ് റിക്വയർമെൻറ്റ്സ് ഫ്രം ടൈം ടു ടൈം ഈസ് പോസിബിൾ വിത്ത് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. അതേപോലെ തന്നെയാണ് നമുക്ക് വോൾട്ടേജ്, റേറ്റഡ് വോൾട്ടേജിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലോഡ് വേരി ചെയ്താലും the rated voltage can be maintained. That is, maintenance of rated voltage at the point of common coupling within a narrow range irrespective of the load acting throughout the day. Then reduction in the main line or feeder current, the losses and to conserve energy throughout the day. So ഇതെല്ലാം reactive power compensation കൊണ്ട് നമുക്ക് പോസിബിൾ ആവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് ലോഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വോൾട്ടേജ് ലെവൽ അവിടെ കൂടും. അപ്പോൾ വെരി ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ ലൈറ്റ് ലോഡ് കണ്ടീഷൻസിൽ നമുക്ക് ലൈൻ ചാർജിങ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി ടു അബ്സോർബ് ലൈൻ ചാർജിങ് റിയാക്റ്റീവ് പവർ ഇൻ വെരി ഹൈ വോൾട്ടേജ് സിസ്റ്റം അണ്ടർ ലൈറ്റ് ലോഡ് കണ്ടീഷൻ. ഇപ്പോൾ വോൾട്ടേജ് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വോൾട്ടേജിനെ കുറയ്ക്കണമെങ്കിൽ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യണം. In case the loads introduce harmonics, the compensator should provide bypass path for dominant harmonics and thereby reduce the distortion levels. Reactive power compensation അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. We will see the different types of compensation in the next session. Thank you.